എൻ്റെ പേര് അശ്വതി. ഞാൻ വയനാട് ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാനൊരു വർക്കിംഗ് വുമണാണ്, കൂടാതെ ഫീഡിംഗ് മമ്മാണ്. ഒരു മോനുണ്ടായതിന് ശേഷം ഞാൻ എന്താ പറയുക, നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് അത്ര ബോധേഡ് ആയിരുന്നില്ല. അതുപോലെ തന്നെ വർക്കിനും കൂടെ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ടൈമിലുണ്ടാകുന്ന സ്ട്രെസ്സ്, സ്ട്രെയിന്, അതും പിന്നെ നൈറ്റിൽ മോൻ്റെ കൂടെയുള്ള ഫീഡിങ്ങിൻ്റെ ടൈം കൊണ്ടുള്ള ഉറക്കളക്കൽ, ഇതെല്ലാം കൂടെ ബോഡി ഒരു ടയേർഡായിട്ടിങ്ങനെ പോകുന്ന സമയമാണ്. അപ്പം ആകെ നമുക്ക് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണം, ഒരു എനർജി ഇല്ലായ്മ, വർക്ക് ചെയ്യും പക്ഷേ ഒരു എന്താ പറയുക, സ്ട്രെസ്സ് കാരണം നമുക്ക് വല്ലാണ്ട് നമ്മൾ ടയേർഡായിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മോൻ്റെ കൂടെ വരുമ്പം അനാവശ്യമായ ദേഷ്യം വരിക. എന്നാൽ മോൻ നമ്മളെ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ അവനും അതേ ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും നമുക്കതൊന്നും അല്ല നമ്മൾ ചിന്തിക്കുക. നമ്മൾ എപ്പോഴും നമുക്കൊരു വരുന്ന പാടെ അവർ നമ്മുടെ അടുത്ത് കാണിക്കുന്ന വാശിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ദേഷ്യം, എനിക്കെൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തോന്നുക. അങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് വരിക, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ആണ് ഞാൻ അശ്വതി വഴി ഫിറ്റ്സ്മാർട്ടിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മാസത്തേക്ക് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തത്. തടി കുറയ്ക്കുക എന്നതിൽ, ആ വെയിറ്റ് ലോസിനെ കുറിച്ച് അതിന് ഉപരി ഞാൻ എൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്കതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടിയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വർക്കൗട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഒരു 15 ദിവസമായപ്പോൾ തന്നെ ഞങ്ങളൊരു ചെറിയൊരു ട്രാവൽ ഓഫീസിൽ നിന്ന് പോയി. അപ്പോൾ അതൊരു മല കയറുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര എനർജി ആയിട്ട് തന്നെ അതിൻ്റെ മുകളിൽ വരെ കയറാൻ പറ്റി. ഒരിക്കലും ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുമില്ല, പ്രതീക്ഷിച്ചിട്ടുമില്ല. കാരണം എന്താ പറയുക, അതിൻ്റെ മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അത്രയും നാൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന എനിക്കറിയാമല്ലോ. നമുക്ക് ഇവിടുന്ന് ചെറിയ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ കാലിൽ മുട്ട് വേദന പോലെ ഫീൽ ചെയ്യുക, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് എനിക്ക് നന്നായിട്ട് കുറഞ്ഞു. എന്താ പറയുക, വെയിറ്റ് എനിക്ക് 2 kg അടുത്തേ കുറഞ്ഞുള്ളെങ്കിൽ പോലും പക്ഷേ എന്താ പറയുക, വെയിറ്റ് ഒരുപാട് കൂടുതലൊന്നുമില്ല എനിക്ക്. അപ്പോൾ 52-ലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 50 ആയിട്ട് ആ റേഞ്ചിലാണ് കുറഞ്ഞത്. അത്രേ കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കെൻ്റെ എന്താ പറയുക, ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഒത്തിരി മാറാൻ പറ്റി. കുറേ കൂടെ പോസിറ്റീവായി, കുറേ എനർജറ്റിക്കായി. പിന്നെ എന്താ പറയുക, വളരെ കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന പറയില്ല എല്ലാ കാര്യത്തിലും. മോനോടുള്ള ദേഷ്യം കുറഞ്ഞു. മോനോടെന്നല്ല കേട്ടോ, പൊതുവേ നമുക്ക് മോനോട് അങ്ങനെ ദേഷ്യമില്ല. പക്ഷെ നമുക്ക് അവൻ വന്നിപ്പോൾ എത്ര ഇതായാലും അവൻ്റെ കുസൃതിയിൽ അത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഇപ്പോഴാണ്. അതിൻ്റെ കൂടെ നിൽക്കും. വൈകുന്നേരം എത്ര പണിയുണ്ട്, ഓഫീസിൽ ടയേർഡായിട്ട് വന്നാൽ പോലും അവൻ്റെ കൂടെ നിന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രാവിലെ എന്താ പറയുക, കറക്റ്റ് ടൈമിൽ എണീക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് താങ്ക്സ്. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എൻ്റെ കൂടെ അത് സാരമില്ല, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിന്ന അശ്വതിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതെത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താ പറയുക, ഞാൻ ഓഫീസിൽ ഞാൻ തന്നെ മറന്നു പോകുന്ന കുറേ ടൈം ഉണ്ടായിരുന്നു. ബ്രഞ്ചിൻ്റെ ടൈം, ഈവനിങ് സ്നാക്സിൻ്റെ ടൈം, ഇതൊക്കെ നമ്മളത്ര പെട്ടെന്ന് ഓഫീസിലെ വർക്കിനിടയിൽ വിട്ടുപോകും. പക്ഷെ എങ്കിലും അശ്വതീൻ്റെ ആ മെസ്സേജ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ടൈം കീപ്പ് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരോടും നിങ്ങൾ ടീം വർക്ക് അടിപൊളിയാണ്, സൂപ്പർ.